നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് ഞാൻ 2-ാം തീയതി ഇവിടെ നമ്മൾ കുറേ പേർക്ക് കൊറിയർ അയച്ചു കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച ഒരു ചെടിയാണ്. അപ്പോൾ ഞാനത് അയക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞു ഈ ആഴ്ച അയക്കേണ്ട എന്ന് പറഞ്ഞപ്പം നമ്മുടെ പ്ലാന്റ്സ് എന്ത് ചെയ്തു, ഞാൻ അയച്ചില്ല കേട്ടോ. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു, നിങ്ങൾക്ക് അയച്ചു തരുന്ന ആ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഇവിടെ ഞാൻ വെച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത് 4-ാം തീയതി ആയി കേട്ടോ. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്ഥലങ്ങളിലൊക്കെയാണ് 2 ദിവസം കൊണ്ട് കിട്ടും. കുറച്ച് ദൂരെയുള്ള സ്ഥലമൊക്കെയാണ് 3-ാമത്തെ ദിവസം കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്, അതായത് ഇന്ന് നമ്മുടെ കയ്യിൽ 2 ദിവസമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം അല്ലേ എന്താണ് ഈ ഒരു പ്ലാന്റിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ കുറച്ച് പേരോടുണ്ടല്ലോ, നമ്മൾ ഡബിൾ പെറ്റൽ സ്പോർട്സ് നമ്മളോട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർഡർ ചെയ്തവർക്ക് നമ്മുടെ ഈ ഒരു പ്ലാന്റൊക്കെ ഇതുപോലെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പം ഈ ഒരു പ്ലാന്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കുമെന്നും കൂടെ ജസ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് കാണിക്കുന്നത്. അപ്പം 2-ാം തീയതി പാക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ അവസ്ഥ. ഇതാട്ടോ നമ്മൾ 2-ാം തീയതി ഇവിടെ നിന്ന് അയക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ച പ്ലാന്റ്സാണ്. ഇതാ ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ നമ്മുടെ പ്ലാന്റിന്. ഇതാ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസം ഇതിൻ്റെ പ്ലാന്റ്. കവറിൽ നിന്ന് അങ്ങോട്ട് വിട്ട് കിട്ടുന്നില്ല. ഇതാട്ടോ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ. അപ്പം ഇതുപോലെ കിട്ടുന്ന പ്ലാന്റ്സ് ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പം ആദ്യം പ്ലാന്റിനെ ഒന്ന് ഫ്രഷ് ആകാനായിട്ട് വെക്കണം. അതിനുശേഷം പെട്ടെന്ന് നട്ടു കൊടുക്കണമെന്നില്ല കേട്ടോ. ഒരു കുറച്ച് ദിവസമൊക്കെ അവിടെ ഇരുന്ന് അവിടുത്തെ കാലാവസ്ഥയൊക്കെ കേട്ടോ ഒന്ന് ഇണങ്ങിയതിന് ശേഷം നല്ലോണം നനച്ചൊക്കെ കൊടുത്ത് വെക്കുക. പിന്നെ ഒരു NPK 19 വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ. ഇതാ നമ്മൾ അയക്കുന്ന പ്ലാന്റ്സ് ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സോട് കൂടെ വെച്ച് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്ലാസ്സിൽ ഈ പ്ലാന്റ് ഇരുന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലായിട്ട് തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ പ്ലാന്റ്സ് തരുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നമ്മളോട് പ്ലാന്റ്സ് ഓർഡർ ചെയ്തവർക്കൊക്കെ കിട്ടിക്കഴിയുമ്പം എല്ലാവരും ഞാനീ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളോട് പ്ലാന്റ്സ് ഓർഡർ ചെയ്തവർക്കൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ച് പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. ആർക്കും തന്നെ പ്ലാന്റ്സ് ഒന്നും അയച്ചു തരാതിരിക്കില്ല. എല്ലാവർക്കും ഓർഡർ അനുസരിച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുകയുള്ളൂ. പിന്നെ നമ്മൾ അയക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടുന്ന് DTDC കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നതിന് മുന്നേ എല്ലാവർക്കും മെസ്സേജ് കൊടുക്കാറുണ്ട്. അപ്പോൾ